പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോയുടെ തലക്കെട്ട് ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഓർത്തേക്കും യേശുവിന് സഹരക്ഷകരെ കൊണ്ട് ആവശ്യമുണ്ടോ എന്ന്. മാതാവ് പോലും സഹരക്ഷക എന്ന് വിളിക്കപ്പെടാൻ സഭ ആഗ്രഹിക്കുന്നില്ല. തെറ്റിദ്ധരിക്കരുത് എന്നെ. പക്ഷെ നമ്മൾ വായിക്കുന്നുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 8:29 നമ്മുടെ വിളിയെപ്പറ്റി, നമ്മുടെ അടിസ്ഥാന വിളി എന്ത്? അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുവാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തന്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിനു വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ പോലെ ആകണം എന്ന ഗാനമൊക്കെ നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈശോയുടെ ഒരു മനോഭാവം എന്തായിരുന്നു? എല്ലാവരെയും രക്ഷിക്കുക. അപ്പൊ ആ രക്ഷിക്കുവാനായിട്ട് അവൻ എന്ത് ചെയ്തു? നമുക്ക് ആ ക്രൂശിതനെ ഒന്ന് ധ്യാനിക്കാം. നമ്മൾ വായിക്കുന്നുണ്ട് 2 കൊരിന്ത്യർ അധ്യായം 5:21, പാപം ഇല്ലാത്തവൻ പാപമായി മാറി നമ്മളെ വിശുദ്ധീകരിക്കാൻ എന്ന്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പാപക്കടലിലേക്ക് എടുത്തു ചാടി അവൻ പാപമായി മാറി, പാപിയായി മാറിയില്ല കേട്ടോ. ഒരിക്കലും ദൈവത്തിന് പാപം ചെയ്യാനാവതല്ല. എന്നാൽ പാപമായി, എന്നിട്ട് അതിന്റെ ശിക്ഷകളും അതിന്റെ പരിണിതഫലങ്ങളും ഏറ്റെടുത്തു. എന്തിന്? നിങ്ങളെയും എന്നെയും രക്ഷിക്കുവാൻ. ഈ പ്രക്രിയ നമ്മൾ യേശുവിനെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചെയ്യാൻ കഴിയും. ഇതിനെയാണ് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ശുദ്ധീരാത്മാക്കളെ പറ്റിയുള്ള പുസ്തകമൊക്കെ വായിച്ച പലരും എനിക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ നിത്യത ദർശിച്ച നിമിഷങ്ങൾ എന്ന പുസ്തകവും വായിച്ചവർ ചോദിക്കാറുണ്ട്, അച്ഛാ, എങ്ങനെയാണ് മറ്റുള്ളവരുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിന് പരിഹാരം ചെയ്ത് അവരെ രക്ഷിക്കുവാൻ കഴിയുക എന്ന്. അവിടെ ഞാൻ ഇരുകൂട്ടരുടെയും പറയുകയാണ്. മരണം മൂലം വേർപെട്ടവരും ഇന്ന് ജീവിക്കുന്നു നമുക്കറിയാം. പാപത്തിൽ മരിച്ചായിരിക്കാം, പാപം ചെയ്ത് പാപത്തിലായിരിക്കാം ഈ ലോകവാസം വെടിഞ്ഞത്. എങ്കിലും അവർ ജീവിക്കുന്നു. നമ്മുടെ വിശ്വാസം അനുസരിച്ച് അവർ ശുദ്ധീകരണ സ്ഥലത്തിലാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. അവരെ നമുക്ക് രക്ഷിക്കാൻ കഴിയുമോ? ഇന്ന് നമ്മുടെ മക്കളോ ഭർത്താവോ ഭാര്യയോ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ടവരോ അറിയുന്നവരോ പാപത്തിലാണ് ജീവിക്കുന്നത്. എങ്ങനെ അവരെ രക്ഷിക്കാൻ കഴിയും? അതിന്റെ ഒരു ചെറിയ ഒറ്റമൂലി ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ലെങ്കിൽ വെറുതെ അങ്ങ് വിട്ടേരെ. പക്ഷെ ആയിരങ്ങൾക്ക് ഉപദേശം ഫലം ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് ഞാനിത് പങ്കുവയ്ക്കുന്നത്. ഒരു ചെറിയ ഒരു റെസിപ്പി, ഒരു ചെറിയ ഉപദേശം തരികയാണ്. പ്രിയപ്പെട്ടവരെ, അതെന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഉദാഹരണമായിട്ട് ഞാൻ കാണുകയാണ്, ഞാൻ അറിയുന്ന എന്റെ സ്നേഹിതനായ ഒരു മനുഷ്യൻ പാപത്തിലാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ആ പാപത്തോടുകൂടി മരിച്ചുപോയി. ഇനിയും പാപത്തോടുകൂടി ദൈവത്തിന്റെ തിരുമുഖം കാണാൻ, നിത്യത ദർശിക്കാൻ സാധ്യമല്ല എന്ന് നമുക്കെല്ലാം അറിയാം. നിത്യത ദർശിക്കണമെങ്കിൽ വിശുദ്ധീകരണം ആവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്കറിയാം, ദൈവം സ്നേഹമാണ്. ദൈവമെല്ലാം സ്നേഹത്തിലൂടെയാണ് ചെയ്തതും. തമ്പുരാൻ മനുഷ്യനായി വന്നതും സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൊണ്ടാണ് തന്റെ ഹൃദയം പകുത്ത് രക്തം ചിന്തി നമുക്ക് തന്നത്. സ്നേഹം കൊണ്ടാണ് അവൻ പാപമായി മാറി പാപത്തിൽ നമ്മളെ രക്ഷിച്ചത്. അപ്പോൾ ആ ക്രൂശിതനെ മനസ്സിൽ ഒന്ന് ധ്യാനിക്കുക. എന്നിട്ട് ആ വ്യക്തിയുടെ പാപം ഞാൻ ഏറ്റെടുക്കുക. അവിടെ പല ചോദ്യങ്ങളും ദൈവശാസ്ത്രപരമായിട്ട് പലരും ചോദിക്കും. മറ്റുള്ള പാപം എങ്ങനെ എനിക്ക് ഏറ്റെടുക്കാൻ കഴിയും? എങ്കിൽ ആ ഈശോയോട് ചോദിച്ചേ, ഈശോയെ, സ്വർഗത്തിൽ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടുന്ന അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ എന്തുകൊണ്ടാണ് ഏറ്റെടുത്തത്? സ്നേഹമുണ്ടായിരുന്നത് കൊണ്ട്. അപ്പോൾ നീ നിന്റെ ഭർത്താവിനെ, ഭാര്യയെ, മകനെ, മകളെ, മണം മൂടുമ്പോൾ പൂർവികനെ, വല്യപ്പനോ വല്യമ്മയോ ആരും ആട്ടെ, ആ ആളിനെ മനസ്സിൽ കണ്ട് ആളിന്റെ പാപം നീ ഏറ്റെടുക്കുക. ഇനിയും 2 വിധത്തിൽ ആളിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. ഒന്ന്, കർത്താവേ, അവനെ രക്ഷിക്കണമേ, അവന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഈശോ പ്രാർത്ഥിച്ചതുപോലെ
അവർ ചെയ്തതെന്തെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമെന്ന് ആ കുരിശിൽ പ്രാർത്ഥിച്ചു. ഈശോ പ്രാർത്ഥിച്ചത് തന്റെ പാപങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ള പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അവൻ ഏറ്റവും വലുതായി പാപമായി മാറുന്ന കുരിശിലാണ്. അതുകൊണ്ടാണ് ഗെത്സമനി വെച്ച് പോലും പുള്ളി വളരെയധികം വിഷമിച്ച് വിയർപ്പ് തുള്ളികൾ പോലും ചോരയായി മാറിയതിന് കാരണം അതാണ്. ദൈവമേ, ആ കുരിശി വെച്ച് പാപമായി മാറണം. പാപമായി മാറുക എന്ന് പറഞ്ഞാൽ കർത്താവിൽ നകന്നിരിക്കുക. പാപി കർത്താവിൽ നകന്നിരിക്കുന്നു. അത് ഈശോയ്ക്ക് ചിന്തിക്കാനേ ആവതല്ലായിരുന്നു. ഒരു നിമിഷം പോലും പിതാവിൽ നിന്ന് അത് മാറാതെ ഇരുന്ന പുത്രൻ, പിതാവിനോട് ഏക ഹൃദയമായിരുന്ന ഗാഢ ബന്ധമുണ്ടായിരുന്ന ആ മകൻ മാറി നിൽക്കുക. ഇതാണ് ഏറ്റവും ദുഷ്കരം. അതിനെപ്പറ്റി ചിന്തിച്ചാണ് അത് നമ്മുടെ വിയർപ്പ് ചോരയായി മാറിയത്, നീര് ചോരയായി പോയത്. പ്രിയമുള്ളവർ, ഞാൻ പറയാൻ കാരണം അത്ര വിഷമമുള്ള കാര്യമാണ് ഈശോ ചെയ്തത് ആ കുരിശിൽ വെച്ച്. ആ പാപത്തിന്റെ ഏറ്റവും ഫലം അകന്നിരിക്കുക. യെശയ്യാ പ്രവാചകൻ അധ്യായം 59:1 പറയുന്ന പോലെ, നിങ്ങൾ എന്നിൽ നിന്ന് പാപം മുഖാന്തരം അകന്നിരിക്കുന്നു. ഈ അകന്നിരിക്കുന്ന അവസ്ഥ ഏറ്റെടുക്കണം. അപ്പോൾ അത് അവിടെ വെച്ച് ഏറ്റെടുത്തു. അതുപോലെ ഞാൻ ആ പാപം ചെയ്തിട്ടല്ല. ഉദാഹരണം, എന്റെ സഹോദരൻ അല്ലെങ്കിൽ ഞാൻ അറിയുന്ന വ്യക്തി, എന്റെ ഭർത്താവ് അല്ലെങ്കിൽ മരണം മൂലം വേർപെട്ട വ്യക്തി വ്യഭിചാരിയാണ്. ഞാൻ ആ പാപം ഏറ്റെടുത്ത് കർത്താവിനോട് പറയുകയാണ്, കർത്താവ്, ഞാനൊരു വ്യഭിചാരിയാണ്, എന്നോട് ക്ഷമിക്കണമേ. ഇത് പറയണമെങ്കിൽ, ആ വ്യക്തിയുമായിട്ട് ഞാൻ താതാത്മ്യപ്പെടണമെങ്കിൽ അതിനോട് എനിക്ക് സ്നേഹമുണ്ടെങ്കിലേ പറ്റൂ. ഇത് എളുപ്പമുള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ ഓരോ കുമ്പസാരവും കെട്ടുകഴിഞ്ഞ് പാപമോചനം കൊടുത്തു കഴിഞ്ഞ ആള് പോകുമ്പോൾ ആ ആളുടെ പാപം ഏറ്റെടുത്ത് കർത്താവേ എനിക്ക് മാപ്പ് തരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ കഴിവ് വേദനയും അസമർപ്പിക്കുമ്പോൾ, പക്ഷേ വീൽ ചെയറിൽ തന്നെയുള്ള വേദന, എന്റെ ശരീരത്തിലെ വേദന പരിഹാരമായിട്ട് ചിലപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കാം ഞാൻ ഉപവസിക്കുന്ന ഉപവാസം, ഏതെങ്കിലും ഒരു പരിഹാരവും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാവുന്നത് ഞാൻ സ്നേഹപൂർവ്വം ഉപദേശിക്കുകയാണ്. അതായത് ഈ വ്യക്തിയുടെ പാപം നിന്റേതായി മനസ്സിൽ നനച്ചുകൊണ്ട്, വെറുതെ നനയ്ക്കുകയല്ല, അഭിനയിക്കുകയല്ല, നീ പാപിയാണ് എന്ന് കണ്ടുകൊണ്ട്, അതെ ഞാൻ വ്യഭിചാരം ചെയ്തു കർത്താവേ, ഞാൻ കൊല ചെയ്തു കർത്താവേ, ഞാൻ സ്വയംഭോഗം ചെയ്തു കർത്താവേ, അതെ ഈ പറഞ്ഞ വ്യക്തി ചെയ്യുന്ന പാപങ്ങൾ നിനക്കറിയാവുന്നിടത്തോളം കർത്താവിനോട് ഏറ്റു പറയുക. അത് എന്നിട്ട് പരിഹാരം ചെയ്യാൻ തീരുമാനിക്കുക. ഈശോ പരിഹാരം കുരിശിൽ അവസാനത്തെ തുള്ളി ചോര പോലും 50,000-ൽ പരം മുറിവുകൾ ശരീരത്തിൽ ഏറ്റുകൊണ്ട് സഹിച്ച സഹനത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സഹനം. ഒരു നേരമായിരിക്കാം, നല്ല കാര്യം. ഒരു പക്ഷെങ്കിൽ നമുക്കിഷ്ടമുള്ളൊരു സാധനം വേണ്ടാന്ന് വെക്കുക, അതായത് ഉപവാസമല്ല, പിന്നെയോ മോട്ടിഫിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്, ചില നമുക്കറിയാം നോയമ്പ് കാലത്ത് ഇഷ്ടമുള്ള സാധനങ്ങൾ വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരു കളി കാണാൻ പോകുന്നത് വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് ഒരു ആഘോഷത്തിന് പോകുന്നത് വേണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ തീറ്റയ്ക്ക് പോകുന്നത് വേണ്ടെന്ന് വെക്കുക, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ത്യാഗം ചെയ്യുക. എന്തിന്? ഈ ആളിനെ പ്രതി, ഈ ആളിന് വേണ്ടി, ഈ ആളായി കണ്ടുകൊണ്ട്. ഇല്ല എങ്കിൽ ഒരു പക്ഷെങ്കിൽ അത് സ്വത്തായിരിക്കാം, നിന്റെ പണം പാവങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഒരു പാവപ്പെട്ട അനാഥ, എന്റെ ഒരു പക്ഷെ ഒരു സഹോദരനോ സഹോദരിയോ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു അബോർഷൻ നടത്തി കാണും. ഒരു പക്ഷെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ അബോർഷൻ ഏറ്റെടുത്ത് കർത്താവെ ഞാൻ ഗർഭം അലസിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെ സഹായിക്കാൻ തീരുമാനിക്കൂ നിന്റെ പണം കൊണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രാർത്ഥന വേദനയുള്ളതാ, ഹൃദയത്തെ കൊള്ളുന്നതാകട്ടോ. വെറുതെ നാക്കുകൊണ്ട് പറയുന്ന അധരത്തിന്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഹൃദയത്തെ കൊണ്ടുകൊണ്ടുള്ള അനുതാപം ചെയ്യുക, മറ്റുള്ള പാപം എടുത്ത് അനുതപിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഏറ്റുപറയുന്ന അർത്ഥമല്ല, കണ്ണീരൊഴുക്കുന്ന അർത്ഥമല്ല, അത് പരിഹാരം കൂടി ചെയ്യണം. നമ്മുടെ കുമ്പസാരം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ഒരു പരിഹാരം ചെയ്യാറില്ലേ, പ്രായശ്ചിത്തം. അതുപോലൊരു പ്രായശ്ചിത്തം ആത്മാവ് നിങ്ങളെ തോന്നിക്കും എന്താ ചെയ്യുന്നത്, അത് പാപത്തിന്റെ കാഠിന്യമനുസരിച്ചുള്ള ഒരു പ്രായശ്ചിത്തം ചെയ്യുക. കട്ടെടുത്താണെങ്കിൽ തിരിച്ചു കൊടുക്കാനായിരിക്കും. കള്ളനായിട്ടാണ് മരിച്ചെങ്കിൽ അത് ആരെല്ലാം കളിപ്പിച്ചു, അത് പാവങ്ങൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ സുവിശേഷത്തിനായിട്ട് കൊടുക്കുക, ഏതെങ്കിലും ആട്ടെ മക്കളെ. അല്ലെങ്കിൽ അനുദിനം ഉണ്ടാകുന്ന കുരിശുകൾ അത് സന്തോഷത്തോടെ പുലർക്കാതെ അത് സഹിക്കാൻ ഈശോയുടെ അടുക്കൽ പ്രതിജ്ഞ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സുവിശേഷം പ്രഘോഷിക്കാതിരിക്കുക. ആള് അത് വിശ്വാസമില്ലാതെ ജീവിച്ചു കാണും. വിശ്വാസമേ ഇല്ലായിരുന്നു, പറയൂ കർത്താവേ എനിക്ക് വിശ്വാസമില്ലായിരുന്നു, ഞാൻ വിശ്വാസം ഏറ്റു പറയുന്നു.
എന്റെ ഹൃദയത്തിൽ അങ്ങ് എന്റെ പാപങ്ങൾ ഏറ്റെടുത്തുവെന്നും എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റു പറയുന്നു. എന്നുള്ളുകൊണ്ട് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ഈശോയെപ്പറ്റി പറയുന്ന പ്രഘോഷണം നടത്തുക, പ്രഘോഷകരെ സഹായിക്കുക, പ്രഘോഷണങ്ങൾ സഹായിക്കുക, ഇങ്ങനെ പലതും ചെയ്യാൻ സാധിക്കും. സുവിശേഷീകരണം അതും ത്യാഗമാണ് എന്ന് മനസ്സിലാക്കുക. ഈ ആളിന്റെ പാപം നീ കണ്ടുകൊണ്ട് എന്തെല്ലാം ഏറ്റെടുക്കുന്നു അതിന് പറ്റിയ ഒരു പരിഹാരം ചെയ്യുക എന്നത്. അതുപോലെ ഒരുപക്ഷെ നീ കത്തോലിക്കനാണെങ്കിൽ ഏറ്റവും പാപപരിഹാര ബലി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്, ദിവ്യബലിയാണ്. അർപ്പിക്കുക, അതിന് പണം മുടക്കണം, അതിന് പിശുക്കാൻ നോക്കണ്ട. അതിന് അവിടെ ചെന്നാൽ കൂടുതൽ കൂടുതലില്ല. ആ പണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ബിജലച്ചിന്റെ പ്രസംഗം ഒരുപക്ഷെ കേട്ട് കാണുമായിരിക്കും കുർബാനയ്ക്ക് പണം കൊടുക്കുന്നതിനെ പറ്റി. എന്റെ ക്ലാസ്സുകളിൽ ഞാൻ പറയാറുള്ളതാണ്. അതെ കർത്താവ് ആ കുർബാനയുടെ മുഴുവനും ഫലമല്ല കൊടുക്കുന്നത്, നമ്മൾ ചെയ്യുന്ന ത്യാഗം. ആ കുർബാനയ്ക്ക് പോയി സംബന്ധിക്കാനായിട്ട് പെട്രോളിന് ചെലവുണ്ട്, നടന്നു പോകുന്നതിന്റെ കാലുവേദന, ഇതെല്ലാം സഹനമാണ്. അതുപോലെ തന്നെ ഒരു അച്ഛനെ കൊണ്ട് കുർബാന ചെല്ലിക്കാൻ ഒരു പക്ഷെങ്കിൽ 100 രൂപയോ 500 രൂപയോ കൊടുക്കുന്നു. ആ രൂപ ഒരു ത്യാഗമാണ്. നമുക്ക് ഒരിക്കലും കുർബാന വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല. ആ കുർബാന അർപ്പിക്കപ്പെടുന്ന ലോകത്തെ എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പോൾ നിന്റെ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് കുർബാനയുടെ ഫലം കിട്ടുന്നത് നീ ആ ചെയ്ത ത്യാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരുപക്ഷെ പണ്ടൊരുത്തി എനിക്ക് അമേരിക്കയിൽ വെച്ച് $10,000 കുർബാനയ്ക്ക് തന്ന പോലെ ഇതെന്റെ ഭർത്താവിന്റെ സ്നേഹമാണ്. അച്ഛാ, എന്റെ ഭർത്താവ് മരിച്ചുപോയി, ആ ഭർത്താവിന് വേണ്ടി ഒരു കുർബാനയല്ലേ മതി. പ്രിയമുള്ളവർ, ഇതൊക്കെ ഞാൻ വിശദീകരിച്ച് പറയേണ്ട ഒരു അവസരമല്ല ഇത്. എങ്കിൽ ഞാൻ പറയുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ നിനക്ക് പകരമായിട്ട് നിന്ന് രക്ഷ നേടാൻ കഴിയും. ഈശോ പകരക്കാരനായിട്ടാണ് നമുക്കറിയാം നമ്മുടെ ശിക്ഷ ഇളച്ചത്. അവൻ ശിക്ഷ അർഹിക്കുന്നവൻ അല്ല, അവൻ പാപം ചെയ്തിട്ടില്ല, എന്നാൽ ശിക്ഷ അവൻ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിലായിരിക്കുന്നവന് ഇനി ശിക്ഷാവിധിയില്ല എന്ന് റോമ 8:1 പറഞ്ഞിരിക്കുന്നതും. അപ്പോൾ നീ തന്നെ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിലായിരിക്കണം. അപ്പൊ നിന്റെ സഹോദരനോ സഹോദരിയോ ഭർത്താവോ ഭാര്യയോ വീട്ടിലുള്ളവരോ അല്ലാത്തവരോ ആരുമാവട്ടെ അങ്ങനെ നീ കാണുന്നുവെങ്കിൽ, ആളിനെ രക്ഷിക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഉള്ളിൽ സ്നേഹം വേണം. യേശുവിനുണ്ടായിരുന്ന സ്നേഹം, ഈശോയ്ക്ക് നമ്മോട് സ്നേഹം ഉണ്ടായിരുന്നുണ്ടാ ചെയ്തത്, ഇല്ലെങ്കിൽ ചെയ്യില്ല. അതില്ലേ ആ സ്നേഹം എന്ന് പറയുന്നത് ത്യാഗം കൂടി കൂടുതലാണ്, ഇല്ലെങ്കിൽ സ്നേഹമില്ല. നമുക്കറിയാം ഭാര്യ ബന്ധത്തിലും ഭർത്താക്കന്മാർ മക്കളും മാതാപിതാക്കളുടെ ബന്ധത്തിലും ത്യാഗമുണ്ട്. ത്യാഗമില്ലാത്തടത്ത് സ്നേഹമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്കിൽ ഇതും ത്യാഗം എടുക്കുകയാണ്. അങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ച് ആളുകളെ രക്ഷിക്കുവാൻ നിനക്ക് കഴിയും. ഒരു സഹരക്ഷകൻ ആയിത്തീരാൻ കഴിയും. നിശ്ചയമായിട്ട് നിങ്ങൾ എല്ലാവരും മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെന്ന് എനിക്കറിയാം. അതെനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ ആ പ്രാർത്ഥനയേക്കാൾ ഫലവത്തായ പ്രാർത്ഥന, ധാരാളം സാക്ഷ്യങ്ങൾ, കെട്ടുകണക്കിന് സാക്ഷ്യങ്ങൾ എന്റെ കമ്പ്യൂട്ടറിലുണ്ട്, കടലാസുകളിലുമുണ്ട്. എന്റെ അച്ചാച്ചൻ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എന്റെ മാനസാന്തരപ്പെട്ടു, എന്റെ ഭർത്താവ് മാനസാന്തരപ്പെട്ടു, കുമ്പസാരിച്ചു, കുർബാന കൈക്കൊണ്ട് ഇപ്പൊ എന്നും പള്ളി പോകും എന്നൊക്കെ പറയുന്ന സാക്ഷ്യങ്ങൾ വന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മാതാപിതാക്കളോ ആരെങ്കിലും ചെയ്ത ത്യാഗം. വൈദികരും ചെയ്യേണ്ടതും ഇത് തന്നെയാണ്. പല വൈദികരും ചെയ്യുന്നത് എനിക്കറിയാൻ സാധിക്കും. അവർ ഉപവസിക്കുന്നതും വേദനകൾ സഹിക്കുന്നതും സഹനങ്ങളെല്ലാം കാഴ്ചവെക്കുന്നു. പാപികളാണ് അവരുടെ അടുക്കൽ കൂടുതലും വരുന്നത്. ഞങ്ങൾ വൈദികരെ സമീപിക്കുന്നത് ഏറ്റവും പാപം ചെയ്യുന്നവരൊക്കെയാണല്ലോ. വെറുതെ ഒരു പാപമോചനം കൊടുത്തുക മാത്രമല്ല, ആ പാപമോചനം കൊടുക്കുമ്പോൾ പാപം മോചിക്കപ്പെട്ടു എന്ന് ശരി, പക്ഷെ അതിന്റെ ശിക്ഷ മാറുന്നില്ല. ആ ശിക്ഷ അനുഭവിക്കും. അതിന് നമുക്കറിയാം താൽക്കാലിക ശിക്ഷയുണ്ട്. അതാണ് നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിൽ നിത്യശിക്ഷ നരകത്തിൽ പോവാണ്. ആരും നരകത്തിൽ പോകുന്നില്ല എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. കാരണം സഭ പോലും ആരെങ്കിലും നരകത്തിലാണെന്ന് ഏറ്റു പറയുന്നില്ല. അപ്പൊ നമ്മൾ ആരും നരകത്തിൽ പോയെന്ന് പറഞ്ഞ് ആരെയും വിധിക്കാതിരിക്കാം. അതല്ല ഈശോയും പറഞ്ഞാൽ ആരെയും വിധിക്കുന്നില്ല ഇപ്പോൾ എന്ന്. വിധിയെല്ലാം അവസാന കാലത്താണ്. അവൻ മരിച്ചുപോയ ആരുമാകട്ടെ, എത്ര കഠിന പാപിയായിരിക്കട്ടെ, നിന്റെ കുടുംബത്തിൽപ്പെട്ടവരോ അല്ലാത്തവരോ, നിന്റെ മനസ്സിൽ ഓർത്തേക്കാം അയാൾ തൂങ്ങിച്ചത്ത നരകത്തിലേ പോകുള്ളൂ, അയാൾ കൊലപാതക നരകത്തിലേ പോകുള്ളൂ, വ്യഭിചാരിയാണ്, അവനൊരിക്കലും സ്വർഗത്തിൽ പോകുകയില്ലെന്നൊക്കെ കഥ പറഞ്ഞിട്ട് അവർക്കുള്ളതാണ് ദൈവരാജ്യം എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കാൾ മുമ്പേ തന്നെ അവർ വ്യഭിചാരികളും ചുങ്കക്കാരും ഒക്കെ സ്വർഗത്തിൽ പോകുന്നു. പ്രിയമുള്ളവരെ, അത് ഒന്നെങ്കിൽ അവർക്കുണ്ടായ മാനസാന്തരം, അവർ തന്നെ മാനസാന്തരപ്പെട്ടത് ഇനി അതിന് കാരണമായി തീർന്നത് ബന്ധമിത്രാദികളുടെ പ്രാർത്ഥനയായിരിക്കും. അപ്പോൾ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കർത്താവ് അവരെ രക്ഷിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ, അത് വെച്ചുകൊണ്ട് ഉപവാസമൊക്കെ ചെയ്യാം. പക്ഷെ അതിലും ശ്രേഷ്ഠമായ ഒന്നാണ് ആളിനെ എന്റെ സ്വന്തമായി കണ്ടുകൊണ്ട്
ഞാൻ താതാത്മ്യപ്പെട്ടുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ കൊച്ചുകുട്ടി ഉദാഹരണമായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണ്, ഒരു സമൂഹത്തിൽ വെച്ച് ഒരു ധ്യാനാവസരത്തിലായിരിക്കും വന്ന് ഒത്തിരി ഒച്ചയും ബഹളവും വെക്കുന്നു, പാത്രം തല്ലിപ്പൊട്ടിക്കുന്നു. അമ്മ വന്ന് പറയും എക്സ്ക്യൂസ് മീ, ക്ഷമിക്കണേന്ന്. ആ കൊച്ചിന്റെ പാപം അത് ഏറ്റെടുക്കാണ്, തെറ്റ് അമ്മ ഏറ്റെടുത്ത് മാപ്പ് ചോദിക്കുകയാണ് സമൂഹത്തോട്. നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്നതാണ് എങ്കിൽ അതുപോലുള്ള സ്നേഹം, അമ്മയ്ക്ക് കുട്ടിയോട് സ്നേഹമുള്ളതുകൊണ്ടാണ്, അതുപോലെ അത് സ്നേഹമുണ്ടെങ്കിൽ ചെയ്യാം. പ്രിയ വൈദികരെ, പ്രിയ കന്യാസികളെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു വലിയ പ്രാർത്ഥനയാണ്. എങ്കിലേ ഈ ലോകത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിയൂ. നമ്മുടെ വചനപ്രഘോഷം കൊണ്ട് മാത്രം പറ്റില്ല, നമ്മൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് മാത്രം പറ്റൂല. നമ്മൾ പരിത്യാഗം ചെയ്യണം. അവരൊക്കെ എന്റെ സ്വന്തമാണെന്ന്, കാരണം എന്റെ മകനാണ്, എന്റെ മകളാണ്, എന്റെ സഹോദരനാണ്, എന്റെ സഹോദരിയാണ്, എന്റെ അപ്പനാണ്, എന്റെ അമ്മയാണ്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, എന്നെ പ്രതി എല്ലാം ഉപേക്ഷിക്കുന്നവർക്ക് 100 മടങ്ങ് കൊടുക്കും ഈ ലോകത്ത് വെച്ച് തന്നെ എന്ന് പറഞ്ഞ അപ്പനെയും അമ്മയും സഹോദരങ്ങളെല്ലാം ഉപേക്ഷിച്ച് വൈദികരായി അല്ലെങ്കിൽ കന്യാസികളായി തീർന്നവർക്ക് ചെയ്യേണ്ട ഒരു വലിയ പ്രക്രിയയാണ്, ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇതെന്ന് ഞാൻ പറയും. അതായത് യേശുവിനെ പോലെ സഹരക്ഷകനായി തീരുക, യേശുവിന്റെ കൂടെ സഹരക്ഷകരായി തീരുക, പകരമായിട്ട് നിൽക്കുക, അവരുടെ പാപങ്ങൾക്ക് പകരമായിട്ട് നിൽക്കുക എന്നത്. ഞാൻ പറഞ്ഞതുപോലെ മധ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം, പകരം ഇടനിലയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണത്. ഇത് ഇടനിലയിൽ നിന്നല്ല, ഞാൻ തന്നെ പാപിയായിക്കൊണ്ട് കർത്താവിനെ പോലെ കുരിശിലേറിക്കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി കുരിശേറ്റെടുക്കുക, അങ്ങനെ രക്ഷ നേടുക. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു കാര്യമാണ്. ഇന്ന് ലോകം രക്ഷിക്കപ്പെടുവാനായിട്ട് അത് ഇടയാക്കണം. ഈശോ പറഞ്ഞല്ലോ, എന്നെ പ്രതി വീടോ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ ഒക്കെ ഉപേക്ഷിക്കുന്നവർക്ക് 300 ഇരട്ടിയായിട്ട് കൊടുക്കുന്ന പറഞ്ഞു, 100 ഇരട്ടിയേക്കാൾ അധികം. എങ്കിൽ അതെ, ഞാനിപ്പോൾ കാണുന്നതാണ്. എൻ്റെ ഈ ലോകത്തൂടെ നടക്കുമ്പോൾ പല രാജ്യങ്ങളിലും ഒത്തിരി അമ്മമാരെനിക്കുണ്ട്, അപ്പന്മാരുണ്ട്, സഹോദരങ്ങൾ, പങ്ങന്മാരുണ്ട്, ചേട്ടന്മാരനിയന്മാര്, മക്കളും ഉണ്ട്, ഭാര്യമാരും എല്ലാം ഭർത്താക്കന്മാരും എല്ലാം. കാരണം ഞാൻ ഇടപെടുന്ന ആളുകളുടെ പാപങ്ങൾ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് അവരെ ഏറ്റുപറഞ്ഞ് കുംസാരിക്കാൻ വന്നില്ലെങ്കിൽ തന്നെ ഓരോ ധ്യാനത്തിലും കർത്താവിനെ കാണിച്ചു തരും അവരുടെ പാപങ്ങളൊക്കെ. അത് ഞാൻ എടുത്ത് എന്റെ ഈശോ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ, അങ്ങനെ ഞാൻ ഉപവസിക്കും. എന്റെ വേദനകൾ നിങ്ങൾക്കറിയത്തില്ലാത്ത അസഹനീയമായ വേദന എന്റെ ശരീരത്തിലുണ്ട്, ഞാൻ സഹിക്കും. അതുകൊണ്ട് സന്തോഷമാണ്, ശക്തിയുമായി തീരുന്നു. അത് എനിക്കറിയാം. അതുവഴിയായിട്ട് ധാരാളം പേർ സ്വർഗത്തിലേക്ക് പോകുന്നുണ്ട്, മരണം മൂലം വേർപെട്ടവരും ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നവരും. പ്രിയമുള്ളവരെ, ഈ ചെറിയ കാര്യം നിങ്ങൾക്ക് വിമർശിക്കാമാണെങ്കിൽ ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് പങ്കുവെക്കുകയാണ്. അത് അങ്ങനെ മറ്റുള്ളവരുടെ പാപങ്ങൾ സ്നേഹപൂർവ്വം ഏറ്റെടുത്ത്, സ്നേഹമുണ്ടെങ്കിലേ ചെയ്യാൻ സാധിക്കൂ. ആദ്യമേ സ്നേഹമുള്ള ഒരു ഹൃദയം തരണമെന്ന് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവിലൂടെ സ്നേഹം നിങ്ങളിലേക്ക് വഴിഞ്ഞ് ഒഴുകും. റോമാക്കാർക്ക് ലേഖനം 5:5. ആ സ്നേഹം വരുമ്പോൾ, ദൈവമേ, ആ പാപിയായ ആ കൊലപാതകി എന്റെ സഹോദരനാണ്, ആ വ്യഭിചാരി എന്റെ സഹോദരിയാണ് എന്ന് ചിന്തിക്കാൻ പറ്റൂ. എന്റെ സ്വന്തമാണ് എന്ന ചിന്ത. അപ്പോൾ നീ അനുദപിക്കും. ആ പാപം ഏറ്റെടുത്ത് അവക്ക് അവന് എന്ന് കണ്ടുകൊണ്ടല്ല, എന്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ ശാന്തമായി കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ ആശീർവദിക്കണമേ. ഇപ്രകാരം യേശുവിനെ പോലെ മറ്റുള്ളവർക്ക് പകരമായി നിന്നുകൊണ്ട് പാപങ്ങളിൽ ഏറ്റെടുത്ത് കാരുണ്യമുള്ള കർത്താവെ പരിത്യാഗം ചെയ്ത് രക്ഷിക്കുന്ന പ്രക്രിയയിലേക്ക് ഇവരെ നയിക്കണമേ. അങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് ഇവരെ നയിക്കണമേ. ഈ ആന്തരിക ശുശ്രൂഷ വലുതാണ്, ഇന്ന് ഈ ലോകത്തിന് ആവശ്യമാണ്. കാരുണ്യമുള്ള കർത്താവെ, പാപം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ കർത്താവെ, ധാരാളം പാപികളെ മാനസാന്തരപ്പെടുത്തുവാനും വിശുദ്ധീകരിക്കാനും ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും ഇപ്രകാരം പകരക്കാരായി കർത്താവ് ഈശോയെ സഹരക്ഷകരാക്കി തീർക്കണമേ. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇത് പറയുമ്പോൾ ഒരു സംശയം പലരും ചോദിക്കുന്നതോടെ ഞാൻ പറയുന്നു. ചിലർ ചോദിക്കുന്നു, നേരിട്ട് ഈശോയോട് പറഞ്ഞാൽ മതിയോ, ഒരു അച്ഛനോട് പറയണമെന്ന്. ഇതേപ്പറ്റി നല്ലൊരു ഗ്രാഹ്യമുള്ളൊരു വൈദികനാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഒരു വൈദികനെടുക്കൽ മുട്ടുകുത്തി പറയണം. ഞാൻ ഏറ്റു പറയുന്നത് എൻ്റെ അപ്പന്റെ പാപങ്ങളാണ്, എൻ്റെ ഭർത്താവിന്റെ പാപങ്ങളാണ്, അല്ല മരിച്ചുപോയി ഇനിയാളുടെ പാപങ്ങളാണ് എന്ന് പറയണം. അല്ലെങ്കിൽ അച്ഛൻ ദേഷ്യപ്പെട്ട് ഓടിച്ചെന്ന് വരും കുംസാരക്കൂട്ടിന്ന്. അത് മനസ്സിലാക്കുന്ന ഒരു ആധ്യാത്മികതയുള്ള വൈദികനാണെങ്കിൽ കണിശമായിട്ട് കേൾക്കും. എന്നിട്ട് ആ വൈദികൻ നിശ്ചയമായിട്ടും പാപമോചനം തരും. ആ പാപമോചനം തന്നെയായിരിക്കും. അത് അസാധുവല്ല, സാധു തന്നെയാണ്
ഞാൻ ചെയ്യുന്നതെന്നാണ്. എൻ്റെ അടുക്കൽ പലരും അങ്ങനെ വരാറുണ്ട്. അതെ, അങ്ങനെയും ഞാൻ കുമ്പസാരങ്ങൾ കേൾക്കാറുണ്ട്. എന്റെ പ്രസംഗം കേട്ട് എന്റെ ധ്യാനം കൂടിയ ധാരാളം പേർ യൂറോപ്പിൽ ഇപ്രകാരം പാപമോചനം കൊടുക്കുന്നുമുണ്ട്. എന്നാൽ ഇതിനെപ്പറ്റി ബോധ്യമില്ലാത്തതും തർക്കിക്കുന്നവരും ദൈവശാസ്ത്രപരമായി ചിന്തിക്കുന്ന അച്ഛന്മാരുണ്ടായിരിക്കാം, കുമ്പസാരക്കാരുണ്ടായിരിക്കാം. അവരൊരു വിഷയം വിഗണിച്ചേക്കാം. അവരോട് കർത്താവ് ക്ഷമിക്കട്ടെ. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.